അനങ്ങിയാലും കൊല്ലും, അനങ്ങില്ലെങ്കിലും കൊല്ലും. നമ്മുടെ ലോകത്തുള്ള മുഴുവൻ ആളുകൾ ചാരി കുത്തുന്ന ആളാ. പക്ഷെ പടം കണ്ടിട്ട് അതെന്തായാലും വലിയ സന്തോഷം. സിനിമയില് ഭയങ്കര ധൈര്യം, അത് പേടിച്ചു പറിച്ചിട്ടാണ് ചെയ്തത്. എന്റെ മുന്നിൽ 2 ദിവസമാണ് ഷൂട്ട് ചെയ്തത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ഷൂട്ടാ. ജോയിച്ചേട്ടൻ കോംപ്രമൈസ് ചെയ്യായിരുന്നു. പല ഇന്റർവ്യൂലാണെങ്കിലും ഒരു ഇന്റർവ്യൂ അത് എടുത്ത് ചോദിച്ചിട്ടില്ല. സിനിമ ഭയങ്കര വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സിനിമയെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഓരോ ഷോട്ടും നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കണം. ജോയിച്ചേട്ടൻ ഡയറക്ടറിന് കൂടുതൽ വേണമെങ്കിൽ ജോയിച്ചേട്ടൻ മാസ് കയറ്റാൻ വേണ്ടി എത്രയോ ഡയലോഗ്, ജോയിച്ചേട്ടന്റെ പ്രൊഡക്ഷൻ, ജോയിച്ചേട്ടൻ സംവിധാനം ചെയ്യുന്ന, ജോയിച്ചേട്ടൻ അഭിനയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ സിനിമയിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെ ബാധിക്കാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ മനസ്സില് താങ്കളാണ് യഥാർത്ഥത്തില് നായകനായിട്ട് ഫീൽ ചെയ്തത്. ഇനി അടുത്ത പടം വിളിക്കില്ലേ. എന്റെ സക്സസ് ഒന്നും അമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാനിപ്പോ എന്ത് സക്സസ് ഇപ്പൊ നേടിയാലും വീട്ടിലങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ അച്ഛനും അറിയാതെ, അച്ഛനും സന്തോഷമുണ്ട്. പക്ഷെ അച്ഛനും സന്തോഷം പ്രകടിപ്പിക്കാനും അറിയില്ല. അമ്മ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്നിരുന്നത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ സന്തോഷമുണ്ട്. അതെ, എന്നുവെച്ചാല് മലയാളം കണ്ട ഏറ്റവും ക്രൂരനായ ഒരു വില്ലനാണ് പടത്തിലുണ്ടായിരുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലില്ല. ആ സിനിമയിൽ നമ്മളതിനെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചതും ഞെട്ടിച്ചതും ആ ഡേവിനെ, ആ സീന് വല്ലാത്തൊരു സീൻ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ആ സീൻ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. പക്ഷെ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല. കാരണം നമുക്ക് പ്രോപ്പർ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. ജോയിച്ചേട്ടൻ സ്പോട്ടിൽ പറയുന്ന സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ നമുക്ക് ജോയിച്ചേട്ടന്റെ മനസ്സിലുള്ള ഇമ്പാക്ട് അപ്പയ്ക്ക് മനസ്സിലായിരുന്നില്ല. ഇത് ഇത്ര വലിയ അടിപൊളിയാണ്. എല്ലാരും പറഞ്ഞ അടിപൊളിയാണെന്ന്. അനങ്ങിയാലും കൊല്ലും, അനങ്ങില്ലെങ്കിലും കൊല്ലും. അതാ ഷൂട്ട് ചെയ്യുന്ന സീനില് അയാളങ്ങോട്ട് വെടി വെച്ചിട്ടുണ്ടെങ്കിൽ ചത്തു പൊക്കോട്ടെ എന്ന ജീവൻ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സീൻ ഉണ്ടല്ലോ അതില്. മാരക സീനായിരുന്നു അത്. ഞാന് ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ എല്ലാ സിനിമയെ കുറിച്ചിട്ട് അറിയാം. താല്പര്യമുള്ള ആളാണ്. അതെ. അപ്പൊ ഈ സിനിമകൾ ഞാൻ കണ്ട സിനിമയിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് സിനിമ എനിക്ക് ചാരിയിരിക്കാതെ, ഞങ്ങൾക്കൊക്കെ, ഞങ്ങൾ പോയ എല്ലാവർക്കും അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നതാണ്, ചാരി ഇരുന്നിട്ട് ആ സിനിമ കണ്ടു തീർക്കാൻ പറ്റില്ല എന്ന്. ലാസ്റ്റ് സീൻ ആകുമ്പോഴേക്കും അവസാനിച്ചാൽ മതി എന്ന്. എങ്ങനെയും ഇത് ഫർണിച്ചർ കടയുള്ള ആൾക്ക് ചാരി പറ്റില്ല. നമ്മുടെ ലോകത്തുള്ള മുഴുവൻ ആളുകൾ ചാരി കുത്തുന്ന ആളാ. പക്ഷെ പടം കണ്ടിട്ട് അങ്ങനെയുള്ള അജിത്തേട്ടന്റെ മാസമാണ് കണ്ടത്. അപ്പൊ അത് ഓരോ സീനിലും ലാസ്റ്റ് നമുക്ക് നായകൻ ജോയിച്ചേട്ടനാണല്ലോ, നായകനോട് സഹതാപം തോന്നി തുടങ്ങി ഇതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ മലയാളത്തിൽ ഇങ്ങനെ ഒരു അവസാനം ഭയങ്കര ഒരു അവസാനമാണ് അല്ലെ. അത് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് വരുന്നത്. അപ്പൊ അതിന്റെ ആ പ്രോസസ് ഉണ്ട്. നമ്മുടെ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെ എക്സ്പെൻസ് ഉള്ളതും. നമ്മൾ 5-6 മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് നമ്മുടെ മോൾഡ് അതൊക്കെ ഉണ്ടാക്കുക. അതിന്റെ വീഡിയോ ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. അത് വല്ലാത്തൊരു ഭീകര പ്രോസസ്. നമ്മൾ അതേപോലത്തെ ഒരു ഫുൾ ഡമ്മി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പടത്തിൽ. ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അവര് തന്നെ പ്രൊഡക്ഷൻ ടീം വിട്ടോളൂ. കഴിഞ്ഞ ദിവസം നമ്മള് അജയൻ ചാലിശ്ശേരി ആർട്ട് ഡയറക്ടറായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ സിനിമയുടെ ആർട്ട് ഡയറക്ഷന്റെ ബുദ്ധിമുട്ടുകൾ എന്താന്നൊക്കെ. 19ാം നൂറ്റാണ്ടിലൊക്കെ ആള് ആയിരുന്നു. മഞ്ഞുമൽ ബോയ്സിലും അതിന്റെ പ്രയാസങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴേ അതിന്റെ ബാക്കിൽ. അപ്പൊ ഈ മോൾഡ് ഉണ്ടാക്കാൻ 6 മണിക്കൂർ വേണ്ടി വന്നില്ല. അതിനും കൂടുതൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും ആ ജുനൈസിനെ വെടിവെക്കുന്ന സീന് വരെ താങ്കൾ പേടിച്ചിട്ടില്ല സിനിമയിൽ. പേടിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഞാനൊന്ന് അതും ചെറുതായിട്ടൊന്ന് പതറിയിട്ടുള്ളൂ. അതെങ്ങനെയാണ് നരേറ്റ് ചെയ്ത് തന്നത് ശരിക്കും? അത് ചേട്ടൻ തന്നെ. നമ്മൾ ഓരോ മൂവ്മെന്റും ഓരോ അനങ്ങുന്നതും ഓരോ ഡീറ്റെയിലിങ്ങും ഓരോ എക്സ്പ്രഷനും എല്ലാം ഫുള്ള് ഇത് ജോയിച്ചേട്ടന്റെ ആണ്. ഫുൾ സ്ക്രീൻ പ്ലേ കാര്യങ്ങളും. ആ സിനിമയിൽ നിങ്ങൾ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്. ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നടന്നിട്ട്. അപ്പൊ തന്നെ നിങ്ങളുടെ ആ ഒരു ധൈര്യം, നിങ്ങൾ എന്തും ചെയ്യാൻ പോകുന്നവരാണെന്ന് എനിക്ക് തോന്നി. ഭയങ്കര ധൈര്യം, അത് പേടിച്ചു പറിച്ചിട്ടാണ് ചെയ്തത്. എന്റെ മുന്നിൽ 2 ദിവസമാണ് ഷൂട്ട് ചെയ്തത്. അത് ഫസ്റ്റ് ഞങ്ങളുടെ ഷോട്ടാണ് ആ ബിൽഡിങ്ങിന്റെ മേലെ. നൈറ്റിലായിരുന്നു അത്? നൈറ്റിലാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഹൈറ്റ് ഫിയർ ആണ്. അതായത് നമ്മൾ കാലത്ത് അത് 12 മണിക്ക് ഇറങ്ങിയ പുലർച്ചെ 6 മണി വരെ ആ ബിൽഡിങ്ങിന് ഒറ്റ നിപ്പ് ഇരിക്കുമ്പോ നമ്മൾ ഷോട്ട് എടുക്കുമ്പോ നമ്മൾ കാറ്റൊക്കെ അടിക്കുമ്പോ നമ്മളിങ്ങനെ പനയൊക്കെ ഇടുന്ന ആണ പോലെ ആടും. അപ്പൊ ആക്ഷൻ പറഞ്ഞാല് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചു നേരം നിൽക്കും. അത് ഭയങ്കര ടഫായിരുന്നു. അത് ഒരു ദിവസം എടുത്ത ഷോട്ട് പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും റീഷൂട്ട് ചെയ്തു. അത് ഭയങ്കര എക്സ്പെൻസീവ് ഷൂട്ടാണ്. ജോയിച്ചേട്ടൻ വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യായിരുന്നു ഈ ഷോട്ടുമായി. പക്ഷെ സിനിമയെ സംബന്ധിച്ചാൽ കോംപ്രമൈസ് ചെയ്യാണ്ട് വീണ്ടും 2ാമത് ഷൂട്ട് ചെയ്തു. ഷോട്ട് 1-2 പോലെ. അത് ശരിക്കും ഹൈറ്റിൽ തന്നെ ആയിരുന്നു അത്. പിന്നെ അത് നമ്മുടെ മുനിസിപ്പൽ സ്റ്റാൻഡിന്റെ മേലുള്ള ബിൽഡിംഗ് ആണ്. ചെറിയൊരു റാക്ക് അടിച്ചിട്ട് അങ്ങനെ
അങ്ങനെ അത് നടന്നിട്ടുള്ള ഒരു പ്ലേ. കെട്ടിണ്ടായിരുന്നു? ആ റോപ്പ് എല്ലാം ഉണ്ട്, സേഫ്റ്റിയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഹൈറ്റിൽ ഇരിക്കുമ്പോൾ ആ സാധനം വീണാലും പേടിയുണ്ടാവും. നമുക്ക് ഒരു ഉള്ളിലൊരു ആന്തലുണ്ടാവുമല്ലോ ഇത്രയും ഹൈറ്റിന്റെ മേലെ. ആ സീനിലേക്ക് ഇങ്ങനെ ഫസ്റ്റ് ആ ക്രെയിൻ പോയിട്ട് നിങ്ങളെ ഇങ്ങനെ കാണുന്ന സമയങ്ങളിൽ തന്നെ നമുക്ക് ഇങ്ങനെ തോന്നും ഇവര് ആ അവർക്കൊരു അതാണ് അതിന്റെ ചേട്ടൻ പറഞ്ഞത് തന്നെ. ഇത് ആരും എടുത്തു പറഞ്ഞിട്ടില്ല. അതിൽ തന്നെ മനസ്സിലാവും ഈ രണ്ട് പിള്ളേർ ഇത്ര ഹൈറ്റിലിരിക്കുമ്പോ ആ പിള്ളേർ എന്താണെന്ന് മനസ്സിലാവും. അതിന് പല ഇന്റർവ്യൂലാണെങ്കിലും ഒരു ഇന്റർവ്യൂ അത് എടുത്ത് ചോദിച്ചിട്ടില്ല. സിനിമ ഭയങ്കര വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സിനിമയെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഓരോ ഷോട്ടും നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കാണ്. ഒരു കൺസിഡറേഷനും ഈ ജോജു എന്ന് പറയുന്ന വ്യക്തിക്ക് ജോജു സാർ നൽകിയിട്ടില്ല അല്ലെ? അത് ഇപ്പൊ ചോദിച്ചാൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ ഒരു ഡയലോഗ് പോലും ഇല്ല. ഒരു പ്രാവശ്യമാണ് ശബ്ദം വന്നിട്ടുള്ള പുറത്തേക്ക്. ജോയിച്ചേട്ടൻ ഡയറക്ടർ കൂടുതൽ വേണമെങ്കിൽ ജോയിച്ചേട്ടൻ മാസ് കയറ്റാൻ വേണ്ടി എത്രയോ ഡയലോഗ്, ജോയിച്ചേട്ടന്റെ പ്രൊഡക്ഷൻ, ജോയിച്ചേട്ടൻ സംവിധാനം ചെയ്യുന്ന, ജോയിച്ചേട്ടൻ അഭിനയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അത് സിനിമയായിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെ അത് മോൾഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറങ്ങിയ ഒരു 100 പടങ്ങൾ എടുത്താൽ അതിൽ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും തറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. 100 അതിൽ കൂടുതൽ എടുത്താലും. പക്ഷെ ആ സിനിമയിലെ ഒരു നായക കഥാപാത്രത്തിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിനിമയിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെ ബാധിക്കാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ മനസ്സില് താങ്കളാണ് യഥാർത്ഥത്തില് നായകനായിട്ട് ഫീൽ ചെയ്തത്. ഇനിയിപ്പോ അടുത്ത പടം വിളിക്കില്ലേ? സന്തോഷം ഒരു ആക്ടറിനെ സംഭവിച്ചുള്ള അങ്ങനെ നല്ല സിനിമകൾ സംഭവിക്കുക. ഇക്കാലത്ത് പ്രത്യേകിച്ച് ഒരു നല്ല സിനിമ സംഭവിച്ച് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ട് അതിലെ ക്യാരക്ടറെ ചർച്ച ചെയ്യാന്ന് പറയണത് സത്യത്തിൽ ഞാനിപ്പോൾ 8 വർഷമായി ഞാൻ സിനിമയിൽ നിന്ന് ആരും ഇല്ലാത്ത അങ്ങനെ ഒറ്റയ്ക്ക് ഓഡീഷൻ ഫൈറ്റ് ചെയ്ത് അങ്ങനെ വന്നതാ. പക്ഷെ ഇന്നിങ്ങനെ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടതിന് ഗുണം, കുറച്ച് അനുഗ്രഹം എല്ലാം ഒന്ന് ചേർന്നപ്പോൾ അത് നന്നായി. അത് ഭയങ്കര ഭാഗ്യം. അമ്മ 4 വർഷം മുമ്പ് മരിച്ചതാണ്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആലോചിക്കൂലേ? പിന്നെ അതെ ഓരോ മൊമെന്റിലും ഓരോ നിമിഷത്തിലും ഉണ്ട്. കാരണം എന്റെ സക്സസ് ഒന്നും അമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാനിപ്പോ എന്ത് സക്സസ് ഇപ്പൊ നേടിയാലും വീട്ടിലങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ അച്ഛനും അറിയാതെ, അച്ഛനും സന്തോഷമുണ്ട്. പക്ഷെ അച്ഛനും സന്തോഷം പ്രകടിപ്പിക്കാനും അറിയില്ല. പിന്നെ അമ്മാമ്മയാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അമ്മ ഉള്ളപ്പോ അമ്മാമ്മ ഉണ്ടാകുന്നില്ല. അപ്പൊ അമ്മ പോയപ്പോ അമ്മാമ്മ 4 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ. അപ്പൊ എന്റെ എന്ത് സക്സസ് ഉണ്ടെങ്കിലും അമ്മയ്ക്ക് കാണാൻ പറ്റും. പക്ഷെ അമ്മ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്നിരുന്നത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ അനുഗ്രഹം എന്ന് നേരത്തെ പറഞ്ഞു. സത്യം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇനി അത് ഉറപ്പാണ്. അച്ഛനൊരു ബിസിനസ്സാണ്. അച്ഛൻ ആദ്യം കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഇപ്പൊ നാട്ടിലൊക്കെ കുഞ്ഞൊരു ബിസിനസ് ഒക്കെ നടത്തി ആളെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്ക് അങ്ങനെ സമാധാനമായിട്ട് വീട്ടിലേക്ക് വരിക, അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറാണ് അച്ഛൻ. സമാധാനം ഉള്ളത് മതി, ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം. അങ്ങനെ ഇതിന്റെ പ്രൊമോഷനായിട്ട് തിരക്കായി അച്ഛനോട് ചോദിച്ചപ്പോ എപ്പോഴും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇതിപ്പോ ഇന്നലെ ഞാൻ ഹൈദരാബാദ് ആയിരുന്നു. അപ്പൊ പടം അതുകൂടി പറയാം, പടം തെലുങ്കില് വരുന്നുണ്ട്. അപ്പൊ എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. തെലുങ്കുമാരാണ് കാണേണ്ടത്. മലയാളികളെ കാണാത്തൊരു OTT ഇറങ്ങും. ഇപ്പോഴും തിയേറ്ററിൽ പടം കളിക്കുന്നുണ്ട്. 50 ദിവസത്തോളം കഴിഞ്ഞു. അപ്പൊ കാണാത്തൊരു പോയി കാണാം, കണ്ടവര് വീണ്ടും പോയി കാണണം. അല്ല, ഇത് ഒരു 3 പ്രാവശ്യം കാണാനുള്ള സിനിമ ഉണ്ട്. OTT-യിലും കാണാനുള്ള ഒരു പടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു സംവിധായകനാണോ എന്ന് നമുക്ക് തോന്നുന്നു. ആദ്യത്തെ സിനിമയാണല്ലേ ജോയിച്ചേട്ടൻ്റെ? ജോയിച്ചേട്ടൻ്റെ ആദ്യത്തെ സംവിധാനമാണ്. ഇനിയും ഒരുപാട് സിനിമകൾ ജോയിച്ചേട്ടൻ പ്രതീക്ഷിക്കുക. അത്രയും കഥകളുണ്ട്. കഥകൾ ജോയിച്ചേട്ടൻ്റെ ഇഷ്ടംപോലെ കയ്യിലുണ്ട്. ഞാൻ ഒരുപാട് പഠിക്കാൻ പറ്റി. 2 വർഷത്തോളം ജോയിച്ചേട്ടൻ്റെ കൂടെ തന്നെ ആയിരുന്നുണ്ട്. അപ്പൊ അത്രയും വർഷത്തെ ചെറുപ്പം മുതൽ എല്ലാവർക്കും അറിയാലോ, അഭിനയം പഠിക്കുന്ന ആൾക്കാർ എല്ലാവരും ജോയിച്ചേട്ടനെ റോൾ മോഡലാക്കി എടുക്കുന്ന ആൾക്കാര്. അപ്പൊ അന്ന് മുതലുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സ്ട്രഗിൾ ചെയ്ത് വന്നവരെ അടുത്തൊന്നുമില്ല. നമ്മുടെ ഒരു 24 വർഷത്തെ ഒരു എക്സ്പീരിയൻസിന്ന് കുറച്ചധികം ചെയിനായിട്ട് ഫർണിച്ചർ സ്റ്റോറുകളും പ്രൊഡക്ഷനും ഒക്കെ ഉണ്ട്. 11ാമത്തെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ് കൊരട്ടിക്കരയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സ്റ്റോറി ഫർണിച്ചർ ആണ്. പുതിയ തുടങ്ങാൻ പോവാണ്. ജനുവരി 1 ഐഫ ഫർണിച്ചേഴ്സിന്റെ പുതിയ ഷോറൂം കൊരട്ടിക്കര തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. അപ്പൊ പറ്റുകയാണെങ്കിൽ ഞാനും വരും. പറ്റുകയാണെങ്കിലല്ലേ എന്തായാലും വരണം. അപ്പൊ അടിപൊളിയാവട്ടെ. എല്ലാവിധ ആശംസകളും. ഇനിയും ഐഫ ഫർണിച്ചറിന് ഉയർന്നു പോട്ടെ. എനിക്കും വരാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. നിങ്ങൾ ഇനി അടുത്ത ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫർണിച്ചറുകൾ വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് പറയാലോ. ഭയങ്കര സന്തോഷം. ഞാനും ഐഫ ഫർണിച്ചറിന്റെ കസ്റ്റമർ. താങ്ക് യു.